ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ് കളിക്കാൻ പോണത്. ലെറ്റ്സ് പ്ലേ സീരിയസ് ആണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലെ ഗോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫുൾ സെറ്റ് അയൺ ആർമർ ഗൈസ്, ഒരു സ്റ്റാർട്ടർ ബേസും ആണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മൾ സ്പൂൺ തന്നെ ഒരു ജംഗിളിലാണ് നമ്മൾ നേരത്തെ താഴേക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ നേരെ ജംഗിളുടെ വുഡ് പൊട്ടിക്കാട്ടോ. ഗൈസ്, അങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കണാണ്. നമ്മുടെ സ്പൂണിൻ്റെ സൈഡിൽ തന്നെ ഞാൻ 2 അയണിൻ്റെ ഓട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് അയൺ കിട്ടിയാൽ സീനായിക്കോളും. അതേ, അങ്ങനെ ഈ ഒരു വുഡ് മൊത്തം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം കേട്ടോ. ക്രാഫ്റ്റിംഗ് ടേബിള് അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു ഗായ്സ്. ഇനി വുഡ് ഉണ്ടാക്കി, ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കി, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 20 മതിയാകും. 20 മതി. നമുക്ക് 20 അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അത്യാവശ്യം ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം കൂടുതൽ ബ്ലോക്ക് ഇട്ടിട്ടൊന്നും അല്ലാത്തതാണ് ഗൈസ്. നമുക്ക് ജംഗിളാണ്, നമുക്ക് ബേസൊക്കെ പണിയാൻ ഇതൊക്കെ വേണമല്ലോ. അപ്പം അതിന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് സെറ്റാക്കാം. 22 മതി, അത്രയൊക്കെ മതി. ഒരു പിക്കാക്സ്, പിന്നെ വേറെ എന്ത് വേണം? അയൺ വേണം. നമുക്ക് ഇച്ചിരി കൂടി സ്റ്റിക്ക് ഉണ്ടാക്കിയാലും മതി. ഗൈസ്, നമ്മുടെ ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒട്ടിച്ചിട്ട് നമുക്ക് മുകളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു മുതലങ്ങാൻ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഗൈസ്, നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വാട്ടർ മെലൺ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബഗ്ഗടിക്കുന്നുണ്ട്. അവിടെ ഒരു പാണ്ട നിൽപ്പുണ്ട്. പാണ്ട പൊട്ടല്ലേ. അങ്ങനെ നമുക്ക് നേരെ മുകളിലേക്ക് കയറാട്ടോ. എന്തായാലും നമുക്ക് പോയിട്ട് ഗൈസ് ഇത് പൊട്ടിക്കാം. ഗൈസ്, എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, എല്ലാവരും എൻ്റെ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. എനിക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വെളിവുകേടുകൾക്ക് ശേഷം നമ്മൾ നേരെ ഒരു മലമുകളിൽ കയറുന്നതിന് മുമ്പ് ഇതവിടെ കുറേ അയണുണ്ട്, അതെങ്ങനെ എടുക്കുമെന്നാണ്. വഴിയുണ്ട്. ഓക്കെ, ഈ വഴി ഇവിടെ കയറിയിട്ട് ഇവിടെ കയറി ഇങ്ങോട്ട് പോയിട്ട് ഗായ്സ് നമുക്ക് ഇവിടെ സ്നീക്ക് ചെയ്ത് നോക്കാട്ടോ. ഓക്കെ, ഇത് ഇതവിടെയിട്ടാണ്. 1 മിനിറ്റ്. ഹായ് പാണ്ടാജി. നമുക്ക് അതിനെടുക്കണമെങ്കിൽ താഴേക്ക് ഇറങ്ങണം. ഇവിടെയാണ് അയൺ.
എടാ ഭീകരാ, നീ പറ്റിച്ചോളഞ്ഞല്ലോടാ. അങ്ങനെ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടിയിൽ വേറെ ബ്ലോക്ക് ഉണ്ടാക്കിയ പ്രശ്നമില്ല. ചത്തു പോലെ മൈൻക്രാഫ്റ്റിൽ അതൊക്കെ നിസ്സാരമാണ് ഗൈസ്. ചാവുക ഒരേ അമ്പസാണ് ഗൈസ്, അമ്പസ്. അങ്ങനെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങണം. ഒറ്റച്ചാട്ടത്തിനെ പറ്റിയ വള്ളി കയറി പിടിക്കാം. ഓക്കേ, അങ്ങനെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആടാത് സോംബി പോകേണ്ടത് അതേ മറ്റേ എന്തോടത്ത് മറിഞ്ഞോളാം മതി. അതന്നെ ഗൈസ്, ഇങ്ങനെ നമ്മൾ സത്ത് പോയിട്ടുണ്ട്. ഇതങ്ങനെ വേൾഡ് സ്പോണായി, അപ്പം തന്നെ ചത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഒരു ഗോള് കഴിഞ്ഞിരിക്കുന്നു. വേൾഡ് സ്പോണാകുക, ചാവുക. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഇവിടെ ചത്തിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ കണ്ട്. ഓ, ഈ ബാമ്പ് കൊടുക്കാൻ പോയതാ. ബാമ്പു അയ്യോ ചേച്ചിപ്പം എല്ലാം പോയിട്ടുണ്ടോ? നീ പോരുത്. വേറെ എന്ത് പോയാലും നീ പോരുത്. നീയും അങ്ങനെ നമുക്ക് ഇവിടെ നോക്കാട്ടോ. അല്ല, അത് ഏകദേശം നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ. അമ്മിനി രണ്ട് ജംഗിൾ വുഡ് ഉണ്ട്. വാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് കടത്തിക്കൊണ്ടുപോയി നമുക്ക് ഫാർം ചെയ്യാത്ത ഗൈസ്. അങ്ങനെ നമ്മൾ കുമ്പട്ടിങ്ങ കടത്തലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുമ്പട്ടിങ്ങ കടത്തിയിട്ടുണ്ട്. എന്തായാലും കുഴി ഒഴിച്ച് കൂടേണ്ടി വരും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ബെഡില്ല കേട്ടോ, അതുകൊണ്ടാണ്. നമുക്കപ്പോൾ എത്രയും വേഗം എന്തായാലും ബെഡ് ഒപ്പിക്കാനുണ്ട് ഗൈസ്. നമ്മൾ നോക്കണം. ഗൈസ്, എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഐഡിയ തലയിൽ ഉദിച്ചത്. ഇന്ന് എല്ലാ മരത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒരു ക്രൗണില്ലേ, ക്രീപ്പർ സ്പോണായി തുടങ്ങി. ഇനി ബാക്കിയുള്ള ശിങ്കിടികൾ സ്പോണാവും ഉറപ്പാണ്. നൈറ്റ് ആയിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഞാൻ പിന്നെ മാത്രം ഇതിൻ്റെ ഉള്ളിൽ സേഫ് ആക്കിയിരിക്കുക. ഗൈസ്, നമ്മ ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വലിഞ്ഞ് കയറിട്ട് ഇങ്ങനെ സ്നീക്ക് കയറിയാണ് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നൈസായിട്ട് പെട്ടിട്ടുണ്ട്. എന്തായാലും ചോടാട്ടെ.
ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓടി വഴി രക്ഷപ്പെടാം. ഇനി നമ്മൾ സൂര്യോദയം കണ്ടിട്ട് രാവിലെ ചേർക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ ആടിനെ ചേർത്തുകൊണ്ട് ഇന്നത്തെ ദിവസം ശകനം. ഓക്കെ, എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ലാഗുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താണ് ഫാമാണോ? ശരി, ഫാമിൻ്റെ ഓണറോടെ നോക്കാം. ഈ ഫാമിൻ്റെ ഓണറിനെ ഞാൻ കണ്ട് ആ വെള്ളത്തിലിരിക്കണ നമ്മൾ അവൻ്റെ അത്ര നാട്ടിൽ എന്തായാലും അവൻ്റെ ബോയൊക്കെ കിട്ടാൻ നമുക്ക് അതൊന്നുമില്ല. ഇതൊരു ഫാമിൻ്റെ ഓണർക്ക് വലിയ രീതിക്ക് വള്ളിക്കൊന്നും പോട്ടിയാൽ നമുക്ക് വലിയുടെ ഒന്നുമില്ല. കേട്ടോ, നമ്മൾ ഫുഡ് അടിച്ചിട്ടുണ്ട്. നമുക്ക് സോഡിന് പകരമായി ഇത് ആക്ച്വലി ജംഗിൾ ഐലൻഡ് ആണ്. ജംഗിൾ ഐലൻഡ് സീഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസാണ് തല. നമുക്ക് ഈ ഒരു ഐലൻഡിലായിട്ട് ഒരു ബേസാണ് തലമാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. ഫർണസിന് നമുക്ക് നമ്മുടെ അയൺസ് വെക്കാൻ വെക്കാം. എന്നിട്ട് ഗൈസ് നമുക്ക് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് പ്ലെയിൻസ് ആക്കി എടുത്തിട്ട് നമ്മൾ ഇവിടെ ആയിക്കോളും നമ്മൾ ബേസ് പണിയാൻ പോണത്. ഓക്കെ, നമുക്ക് ഇത് എടുക്കട്ടെ. അവിടെ ഒരു ഇതുണ്ടാക്കാം, ഷവല്. പിന്നെ ഒരു ഷവലൊക്കെ ഉണ്ടാക്കിയതിൻ്റെ
50 വുഡായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കി ചെസ്റ്റ് കൊടുക്കാം. നമുക്ക് ഈ ഒരു വുഡ് അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഉണ്ടാക്കാം. ഗൈസ് നമുക്ക് അത് സ്റ്റോണിൻ്റെ ഒക്കെ ടൂൾസ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ളതാണ് ഗൈസ് ഇതിന്. നമുക്ക് ഒരു വിക്കറ്റ്സും കൂടി വേണ്ടിയിട്ട് ഒരു സോഡും നമുക്കൊരു ആക്സും വേണം. ഓക്കെ, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കിടക്കണം ബാമ്പു നട്ടൊന്നും കൂടി തിരിച്ചു കേട്ടോ ഗൈസ്. നമ്മുടെ വീടിൻ്റെ 2 സൈഡിലോട്ടങ്ങനെ വെക്കട്ടോ ബാമ്പു. ബാക്കി ബാമ്പു നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് കൈ പിടിക്കാം. എന്നിട്ട് നമുക്ക് അടുത്തുള്ള അത്യാവശ്യം സ്റ്റോൺ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് ഓക്കെ. അപ്പോൾ പിന്നെ 2 സ്റ്റാക്ക് ഇതുകൊണ്ട് ഗൈസ്, 2 സ്റ്റാക്ക് വുഡും ഉണ്ട്. സോറി, 1 സ്റ്റാക്ക് വുഡ്. അതിൻ്റെ ഇപ്പോൾ 9 കോളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഐലൻഡ് മാത്രം ഒന്ന് ഇതാക്കാം. 12 ഉള്ളൂ. ഇവിടെ ഫുള്ള് പ്ലെയിൻസ് ആക്കിയിട്ട് തന്നെ നോക്കില്ലേ. പണി ഇങ്ങനെ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ ഗൈസ്, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗോളിലേക്ക് പോകാം കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ നേരത്തെ നട്ട് വെച്ചാൽ പറ്റി നമ്മുടെ ബാമ്പു ഒക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. നമുക്കെന്തായാലും കേവി പോയിട്ട് നമുക്ക് അയൺ മൈൻ ചെയ്യാം. ഒക്കെ നമുക്ക് ഇതിൻ്റെയുള്ള വലിയ രീതിക്കൊന്നും കാണാൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാട്ടോ. നമുക്കൊരു ടെമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പണികൾ വാങ്ങാം.
അങ്ങനെ ഗൈസ് നമ്മങ്ങനെ ഒരു ടെമ്പിളിലേക്ക് രണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിലുള്ള ടെമ്പിളിൻ്റെ കഴിവുകളും ഇപ്പോൾ കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കിയൊക്കെ കേട്ടോ. ഗൈസ് 7 ഗോൾഡ്. പക്ഷെ ഇത് മറ്റേ രണ്ടും ആർമേസിൻ്റെ പേരും പക്ഷെ നമുക്കൊരു ബോണുണ്ട്. റെഡ് സ്റ്റോൺ സോറി ഗൺ പൗഡർ ഗൈസ്. ഒരു എമറാൾഡ് ടീ. വീണ്ടും ഒരു ഗൺ പൗഡർ. ഒരു കുതിരയുടെ ആർമറും കിട്ടി നമുക്ക് എടുക്കണം. ഇനി ഗൈസ് വി വാണ്ട് ദിസ്. 2 ഡയമണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി പുളി സാഡിലും കിട്ടി. പിന്നെ നമുക്ക് എത്രയും വേഗം ഒരു ഹോഴ്സിനൊക്കെ ഉണ്ടാക്കാം. ഗൈസ് എൻചാന്റഡ് ബുക്ക് പവർ 1 ഗോൾഡൻ ആപ്പിള്. ഗൈസ് ഇനി എന്ത് വേണം? അതിനെന്തായാലും നമുക്ക് മുകളിൽ കയറാം. അല്ല ഇനി ഒരു സാധനവും കൂടി വേണം. TNT വേണം. TNTൻ്റെ അകത്തൊന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. TNTൻ്റെ അകത്ത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും കൈ കൊണ്ട് തന്നെ കൂട്ടിക്കെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് ടു ദ അപ്പ് ഓഫ് ദ ടെമ്പിൾ. ഗൈസ് ഔട്ട്പോസ്റ്റ് ടെമ്പിൾ എന്തൊക്കെയാണ് ഗൈസ്? ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് 2 ഡയമണ്ട്, ഒരു ഗോൾഡൻ ആപ്പിളും 12 ഗോൾഡ് ഇങ്ങോട്ടും ഒരു എമറാൾഡും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഒരു ബ്രീഡറും ഉണ്ടാക്കും. പിന്നെ നമ്മളൊരു അയൺ ആർമർ ആവും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം MC YT. Bye bye.